ഈ അവസരത്തിൽ ഗുഡ്നസ് ടിവിയോട് ഇടവകയ്ക്കുള്ള നന്ദി അറിയിക്കുകയാണ്. വളരെ സജീവമായ രീതിയിൽ ഇടവക സമൂഹം അത് പങ്കെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനും പോളച്ചനും അവർ വളരെ സജീവമായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നു. എല്ലാ വീടുകളിലും അവർ കയറിയിറങ്ങി ഓരോ കുടുംബത്തെയും മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത് ഈ ധ്യാനം വളരെ സജീവമായിട്ട് ഈ ഇടവകയെ വളർത്തിയിരിക്കുകയാണ്. വിൻസെന്റ് സഭയോടും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മംഗളകരമായും വിജയപ്രദമായിട്ടും പൂർത്തീകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇടവക സമൂഹത്തിനും എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹാശംസകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ പ്രത്യേകമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഉയരട്ടങ്ങനെ ഉയരട്ടെ വിശ്വാസത്തിൻ ദീപശിഖ, മങ്ങട്ടങ്ങനെ മങ്ങട്ടെ നരകത്തിൻ തീനാളങ്ങൾ. പോവുക നാം യേശുവിന്റെ പിന്നാലെ, ജനകോടികളുടെ മോചകനായ യേശുവിന്റെ പിന്നാലെ. പോവുക നാം യേശുവിന്റെ പിന്നാലെ, മർത്യത സാധിതമാക്കിയ യേശുവിന്റെ പിന്നാലെ. പോവുക നാം യേശുവിന്റെ പിന്നാലെ, സ്വർഗ കവാടം നരനു തുറന്ന യേശുവിന്റെ പിന്നാലെ. പോവുക നാം യേശുവിന്റെ പിന്നാലെ, അടിവച്ചണിയണിയായ യേശുവിന്റെ പിന്നാലെ. കുദാശകളിലൂടെ ജീവിക്കുന്ന ക്രിസ്തുവിനെ വർഗീസച്ചനിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ ദാമ്പത്യ ജീവിതം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ അനുസൃതമായി നമ്മുടെ കുടുംബജീവിതം നവീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഈ ഇടവകയിലെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ ഉദ്യമത്തിന് നേതൃത്വം വഹിക്കുന്ന കോട്ട ആശ്രമം ഡയറക്ടർ വർഗീസ് കൊറ്റാവറമ്പലച്ചനും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പോളച്ചനും ഇതിനുവേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുഡ്നസ് ടിവിക്കും മണപ്പുറം ചെറുപുഷ്പ ആശ്രമ ഇടവക ദേവാലയത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നു. സ്നേഹമുള്ളവരെ, തമ്പുരാൻ നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുഖത്തൊക്കെ എന്ത് വലിയ പ്രകാശമാണെന്നോ. ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. വലിയ പ്രതീക്ഷയുടെ, വലിയ ത്യാഗത്തിന്റെ, പ്രാർത്ഥനയുടെ ഫലമായിട്ട് പോപ്പിൾ മിഷൻ ധ്യാനം ഈ മണ്ണിനെ തൊട്ടു. ഇതിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടവക മുഴുവൻ ദർശിച്ചു. എല്ലാ പൈശാചി ബന്ധനങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ചു. ഈ ഒരു ബോധ്യത്തോടുകൂടി എല്ലാവരും ഒന്ന് ഉയർന്നു പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊരു പാട്ട് പഠിച്ചായിരുന്നല്ലോ, ദൈവമക്കൾ പാടുന്നുള്ള മനോഹരമായ ഗാനം. ഈ ഗാനം നമ്മളിപ്പം വളരെ ഭംഗിയായിട്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നമുക്ക് കരങ്ങളടിക്കാം. വലിയ സന്തോഷത്തോടെ ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഒന്നായി ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹോശാന, കൈകൊട്ടി പാടുന്നു ഹല്ലേലൂയ ഹോശാന, പാടുന്നു ഹല്ലേലൂയ ഹോശാന, ആമോദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ആനന്ദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ആഹ്ലാദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, സർവ്വജനാചര സൃഷ്ടാവേ ഹല്ലേലൂയ ഹോശാന, പരിപാലകനാം ദൈവമേ ഹല്ലേലൂയ ഹോശാന, ഭൂലോകത്തിൻ രാജാവേ ഹല്ലേലൂയ ഹോശാന, സ്വർലോകത്തിൻ രാജാവേ ഹല്ലേലൂയ ഹോശാന, ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന, ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന. കാര്യങ്ങൾ ഉയർത്തിയടിക്കാം. ഇരുവശങ്ങളിലേക്കും നൃത്ത ചുവടുകളോടുകൂടി മുഖത്തോട് മുഖം നോക്കിക്കേ. കാര്യങ്ങൾ താഴ്ത്തിയടിക്കാം. സർവ്വകൃപാവരൊക്കെ നനങ്ങിക്കളിച്ചേ. കുട്ടികളൊക്കെ നനങ്ങിക്കളിച്ചേ. ഹല്ലേലൂയ ഹോശാന ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ
അപ്പന്മാരെ കളിക്കാൻ നോക്കിക്കേ. ഉയരട്ടങ്ങനെ ഉയരട്ടെ വിശ്വാസത്തിൻ ദീപശിഖ, മങ്ങട്ടങ്ങനെ മങ്ങട്ടെ നരകത്തിൻ തീനാളങ്ങൾ. പോവുക നാം യേശുവിന്റെ പിന്നാലെ, ജനകോടികളുടെ മോചകനായ യേശുവിന്റെ പിന്നാലെ. പോവുക നാം യേശുവിന്റെ പിന്നാലെ, മർത്യത സാധിതമാക്കിയ യേശുവിന്റെ പിന്നാലെ. പോവുക നാം യേശുവിന്റെ പിന്നാലെ, സ്വർഗ കവാടം നരനു തുറന്ന യേശുവിന്റെ പിന്നാലെ. പോവുക നാം യേശുവിന്റെ പിന്നാലെ, അടിവച്ചണിയണിയായ യേശുവിന്റെ പിന്നാലെ. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുട്ടികളെ, പിതാവദൈവം പരിപൂർണനായിരിക്കുന്നവരെ നിങ്ങളും പരിപൂർണരായിരിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ പിതാവദൈവത്തിന്റെ കാരുണ്യവാനാണ്. ആ പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നമ്മൾ ജീവിക്കണമെന്ന സന്ദേശം കൂടിയുണ്ട്. പിതാവദൈവം കാരുണ്യവാനായിരിക്കുന്ന പോലെ നിങ്ങളും കാരുണ്യമുള്ളവരായിരിക്കണം. അപ്പൊ ഈ വർഷം മുഴുവനും സഭ അനുശോധന ചെയ്യുന്നത് ഈ പ്രത്യേക വിഷയമാണ്. അപ്പൊ ഈ ഇടവക സമൂഹത്തിൽ ഈ കാരുണ്യത്തിന്റെ ഭാവം ശക്തമായിട്ട് പ്രകടമാകുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് അന്വേഷിച്ച് കണ്ടെത്തണം. നിങ്ങൾ ഓരോരുത്തരും സ്വയം അന്വേഷിക്കണം, സ്വയം ചോദിക്കണം, എനിക്ക് ഈ കാരുണ്യഭാവമുണ്ടോ? പൗഡർ പൂശിയതുകൊണ്ട് സൗന്ദര്യം ഉണ്ടാകില്ല, സെന്റ് ദേഹത്തെ സുഗന്ധമൊന്നും ഉണ്ടാവില്ല. പുണ്യത്തിന്റെ സുഗന്ധം, കാരുണ്യത്തിന്റെ സൗന്ദര്യം, അതാണ് ഒരു വ്യക്തിക്ക് സൗന്ദര്യം കൊടുക്കുക. എന്തിന്റെ പേരിലാണ് മദർ തെരേസയ്ക്ക് ഇത്രയേറെ സൗന്ദര്യം എന്ന് ചോദിച്ചാൽ അത് ബാഹ്യ സൗന്ദര്യമല്ല. ബാഹ്യമായ സൗന്ദര്യത്തിന് യാതൊരു വിലയുമില്ല, അതെല്ലാം ഇല്ലാതായിത്തീരും. മദർ തെരേസയുടെ സൗന്ദര്യം ഈ കാരുണ്യത്തിലാണ്. മനസ്സിന്റെ ഭാവം, അനുകമ്പയും ദരിദ്രരോടുള്ള പ്രത്യേകമായ വാത്സല്യം, ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ താങ്ങിപ്പിടിക്കുന്ന ഒരമ്മ സ്വന്തം കുഞ്ഞിനെ താങ്ങിപ്പിടിക്കുന്നത് പോലെ ഒരു പരിചയമില്ലാത്ത വഴിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന മദർ തെരേസയുടെ ചിത്രം ലോകത്തെ മുഴുവനും ആകർഷിച്ചിട്ടുള്ളതാണിത്. അതിന് സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് ആദ്യം ലോകത്തിന് നൽകിയ സന്ദേശത്തില് ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചു. അത് മാർപ്പാപ്പ ഇതാണ് ഈ വാക്ക്: കരുതലുള്ളവരായിരിക്കണം. നാം എല്ലാവരും കരുതൽ ഉള്ളവരായിരിക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോഴും വത്തിക്കാന്റെ മുൻവശത്തുള്ള ഒരു ചെറിയ പള്ളിയിൽ പോയി മാർപ്പാപ്പ കുർബാന ചൊല്ലി. അവിടെയും ഇത് ആവർത്തിച്ചു. കരുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് കരുതല്, നിങ്ങൾക്ക് എന്നോട് കരുതല്, വിചാരിച്ചിന് ഇടവക സമൂഹത്തിന് മുമ്പ് കരുതല്, നിങ്ങൾക്ക് വിചാരിച്ചതിനെ പറ്റിയുള്ള കരുതല്, അയൽവക്കത്തുള്ള കുടുംബങ്ങളിൽ കഴിയുന്നവരെ പറ്റിയുള്ള കരുതല്. വളരെയേറെ മനുഷ്യർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്, മാനസിക അസ്വസ്ഥതയുള്ളവരുണ്ട്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടോ, ദുഃഖിക്കുന്ന മനുഷ്യരുണ്ടോ, അവരെപ്പറ്റിയെല്ലാം ഒരു കരുതൽ നമുക്കുണ്ടാകണം. അപ്പപ്പ ആവർത്തിച്ച് പറഞ്ഞിട്ടൊരു കാര്യം ഇതാണ്. അപ്പപ്പ ചില ഉദാഹരണങ്ങൾ, ചില മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലോകത്തെയൊക്കെ അമ്പരപ്പിച്ച് ചില പെരുമാറ്റ ശൈലികളെ മാപ്പപ്പയത്. മാപ്പപ്പയായി അന്ന് രാത്രി, അപ്പൊ വത്തിക്കാൻ നിയമം അനുസരിച്ച് സ്വിസ് ഗാർഡ്സ് മാപ്പപ്പ താമസിക്കുന്ന കൊട്ടാരത്തിന് മുമ്പിൽ കാവല് നിൽക്കണം, മുറിയുടെ മുമ്പിൽ കാവല്. പണ്ട് തൊട്ടുള്ള രീതിയാണിത്.
മാർപ്പാപ്പ താമസിച്ചത് അന്ന് മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസം താമസിച്ച അതേ മുറിയിൽ തന്നെയാണ്. സാധാരണ പിതാക്കന്മാരൊക്കെ പോയി താമസിക്കുന്ന ആ കെട്ടിടത്തിലാണ്. നമ്മുടെ പിതാക്കന്മാർ പലരും റൂമിൽ പോകുമ്പോൾ അവിടെ അങ്ങ് താമസിക്കുക. അതിലൊരു മുറി. അന്ന് പ്രത്യേകത ഉണ്ടായത് സ്വിസ് ഗാർഡ്സ് 2 പേര് അവിടെ കാവൽ നിന്ന് രാത്രി മുഴുവനും. അപ്പം നേരത്തെ എണീറ്റു വന്ന് അവിടെ വരാന്തയിലൊക്കെ ഇങ്ങനെ ചില മെഷീൻസ് വെച്ചിട്ട് പൈസ ഇട്ടാൽ കാപ്പി കിട്ടും, അല്ലെ ചായ. മാപ്പ അങ്ങനെ പോയി ഒരു കപ്പ് ചായ കുടിച്ചു കാണും. അതിനുശേഷം മാപ്പ നോക്കിയപ്പോൾ 2 സ്വിസ് ഗാർഡ്സ് ഇങ്ങനെ നിൽക്കുക. മാപ്പ ചെയ്തത് അവിടെ പോയി പണമിട്ട് ഈ കപ്പില് ചായ കൊണ്ടുവന്ന് ഇവർ കൊടുത്തു. പിന്നെ അവർ രാത്രി കൂടി നിൽക്കുക. അപ്പൊ എവിടെന്നോ ഊട്ടുമുറിയുന്നോ മറ്റോ കസേര കൊണ്ടെന്ന് അവർ കൊടുത്തു. ഇത് ലോകം മുഴുവനുള്ള പത്രങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ച് ഈ വാർത്ത. അപ്പൊ ഇവിടെ മനസ്സിലുള്ള ചിന്ത അതാണ്. അപ്പൊ കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഈ കാരുണ്യം കാണിക്കണം. എല്ലാ മനുഷ്യരെ പറ്റിയും പരിഗണന വേണം, കരുതൽ. ഈ കരുതൽ എത്ര ഉണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ദൈവം നമ്മെ വിധിക്കാനിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, നിന്റെ ജീവിതത്തിൽ നീ കരുതലുള്ളവനായിരുന്നു? പാവപ്പെട്ടവരെ പറ്റി, ദുഃഖിക്കുന്നവരെ പറ്റി, പാപം ചെയ്തവരെ പറ്റി, അങ്ങനെ മനസ്സിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പറ്റിയൊക്കെ കരുതലുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമായിരിക്കും ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുക. ഈ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട വലിയൊരു ചോദ്യം, നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്രയേറെ വളർന്നു? ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലൊരു വളർച്ചയാണത്, കാരുണ്യത്തിലൊരു വളർച്ചയാണത്. എവിടെയെങ്കിലും ഈ കാരുണ്യത്തിലുള്ള വളർച്ചയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് ഉറപ്പായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയണം. പിന്നെ ഇടവ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ആത്മബന്ധമാണിത്. ഈ ഇടവ സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരും, കർത്താവ് അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരേ പിതാവായ ദൈവത്തിന്റെ മക്കളാണ്. മക്കളെന്ന നിലയ്ക്ക് നിങ്ങൾ സഹോദരി സഹോദരങ്ങളാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയുടെ അന്തസത്തയിലുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരം പ്രാർത്ഥിക്കണം? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യണം. ഞങ്ങൾ എന്ന വാക്കിന് യഹൂദരുടെ ഇടയിൽ അവർ മാത്രം, കത്തോലിക്കരുടെ ഇടയിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ നമ്മൾ മാത്രം. അങ്ങനെ ആകാൻ പാടില്ല എന്ന് യേശു ശക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. കഥ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി ഞാൻ ഈ നൽകുന്ന സന്ദേശം നിങ്ങളെ എല്ലാവരെയും അറിയിക്കണം. അതിന് ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും കൂടി ദൈവത്തെ പിതാവായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കണം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിലാണ് തോമസ് ലീഗ 2000 വർഷം മുമ്പ് കേരളത്തിൽ വന്നത്, നമ്മുടെ പൂർവികരോട് സംസാരിച്ചത്, നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് ഈ സ്നേഹത്തിന്റെ ഭാവം ഉണ്ടാകണം. നമ്മുടെ സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവരോട് മാത്രമല്ല, എല്ലാ മനുഷ്യരോടും ഒരേപോലെ സ്നേഹം കാണിക്കാൻ. മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വേർതിരിവ് ആരോടും കാണിച്ചിട്ടില്ലല്ലോ. എല്ലാ മനുഷ്യരും യഹൂദരെയും മുസ്ലിമുകളെയും ഹിന്ദുക്കളെയും പാർസികളെയും എല്ലാം ഒരുപോലെ, കത്തോലിക്കരെ ഒരുപോലെ കണ്ടിരുന്നു എന്നതാണ് പ്രത്യേകത. അത്തരത്തിലൊരു കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുലർത്താൻ കഴിയേണ്ടതുണ്ട്. എങ്കിലേ നമ്മൾ യേശുവിനെ സാക്ഷ്യം വഹിക്കുകയുള്ളൂ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കണം. ഈ പ്രദേശത്ത്, മണപ്പുറം പ്രദേശത്ത് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ യേശു പഠിപ്പിച്ച സ്നേഹത്തിന്റെ പ്രമാണം അത് കൃത്യമായിട്ട് പാലിക്കണം. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ, എല്ലാവരോടും അനുകമ്പ കാണിക്കാൻ, എല്ലാവരെ പറ്റി കരുതലോടെ പെരുമാറാനുള്ള പ്രത്യേകമായ ഒരു പെരുമാറ്റ ശൈലി നമുക്കുണ്ടാകണം. അതാണ് മാനസാന്തരം. അത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.
നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. ആരാധന ഗീതത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ കൂപ്പി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കരമുയർത്തി ആരാധന ചേർന്ന് ആരാധന ആരാധന യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് നമുക്ക് ചേർക്കാം. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈശോയെ, ഈ ഹോള് മുഴുവനും ഇവിടെ ധ്യാനിക്കുന്ന സകല മക്കളിലും പരിശുദ്ധാത്മാവ് അഗ്നിയായി, പരിശുദ്ധാത്മാവ് ശക്തിയായി, പരിശുദ്ധാത്മാവ് കൃപയായി, പരിശുദ്ധാത്മാവ് വരദാന ഫലമായി ഈശോയെ ആവസിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന എല്ലാവരും ചേർന്ന് ആരാധന ആരാധന സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളൊരു വലിയ സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളിൽ അലയടിക്കുവാൻ തമ്പുരാൻ അനുഗ്രഹിക്കുന്നു. ഒത്തിരി കാലമായി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന മദ്യപാനത്തിന്റെയും പുകവലിയുടെയും ദുശീലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനാലിത ഈ സമയത്ത് ഒത്തിരി കുടുംബനാഥങ്ങളുടെ മേൽ കൃപ ചൊരിഞ്ഞുകൊണ്ട് എടുത്തു മാറ്റപ്പെടുന്നു. ഇപ്പോൾ വലിയൊരു അത്ഭുതം നടക്കാൻ പോകുന്നു. മഹാ അത്ഭുതം. അൾത്താരയിലുള്ള ഈശോ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ കടന്നു വരാൻ പോകുന്നു. ദൈവികാരുണ്യ പ്രദക്ഷിണമായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന നമ്മുടെ ഈശോ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ ഈശോയോട്? ഈ ഗാനത്തോടൊക്കെ ചേർന്നുകൊണ്ട് നിങ്ങൾ പാടി പ്രാർത്ഥിച്ചു. തമ്പുരാൻ നിങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കും, നിങ്ങളുടെ ജീവിതങ്ങളെ തൊടും. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു നോക്കിക്കേ, തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ആരെല്ലാം കരഞ്ഞു പ്രാർത്ഥിച്ചോ സൗഖ്യത്തിന് വേണ്ടി, ഒരാളോടെങ്കിലും ഈശോ പറഞ്ഞു, വിശ്വാസത്തോടെ മകനെ, എനിക്കിപ്പോ നിന്നെ സുഖപ്പെടുത്താൻ ശക്തിയില്ല, കഴിവില്ല, നീ പോയിട്ട് പിന്നെ വാ. ഇല്ല. ആരെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ എല്ലാവർക്കും ഈശോ സൗഖ്യം കൊടുത്തില്ലേ? ഈശോയെ, എന്റെ കുടുംബത്തെ നീ തൊടണേ. ഈശോയെ, എന്റെ ഈ നിയോഗത്തിന് മേൽ നീ കരുണയായിരിക്കണമേ. നമ്മുടെ ദൈവത്തിനൊരു ബലഹീനതയുണ്ടെങ്കിൽ അത് കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ അത് മറികടന്നു പോകാൻ നമ്മുടെ ദൈവത്തിന് കഴിവില്ല എന്നൊരു ബലഹീനതയെ നമ്മുടെ ദൈവത്തിനുള്ളൂ. നമുക്ക് ഈ ഗാനത്തോട് ചേർന്നുകൊണ്ട് തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു.
അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതെക്കാളെത്ര മോഹനം. സ്നേഹമുള്ളവരെ, പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. പുതിയ ജീവിതത്തിന്റെ ആരംഭം, യേശുവിന്റെ പിന്നാലെയുള്ള ജീവിതം. എല്ലാവരും കുരിശ് സ്വല്പമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഗാനം കേട്ടുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ നാവിൽ തീരുമാനം ചെയ്തുമേ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും എല്ലാ ജഡിക താല്പര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവാകുന്ന കുരിശിനെ പിൻചെല്ലുവാൻ, യേശുവാകുന്ന സഹനത്തെ പിൻചെല്ലുവാൻ ഞാൻ തീരുമാനിക്കുന്നു. യേശുവേ, എന്നെ അനുഗ്രഹിക്കണമേ. കുരിശ് ഉയർത്തി. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുന്നിൽ ക്രൂശതും തീരുമാനം ചെയ്തു യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ നാവിൽ തീരുമാനം കുരിശിൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈ യാത്രയിൽ എനിക്ക് ആരുമില്ലെങ്കിലും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും, യേശുവേ, അങ്ങേ ഞാൻ പിൻചെല്ലും. യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ എനിക്കൊരു പക്ഷെ ചില സുഹൃത്തുക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. ചില ദുശീലങ്ങളെ വിട്ടുപേക്ഷിക്കുമ്പോൾ ചില ബന്ധങ്ങളും അകന്നേക്കാം. എങ്കിലും അതെനിക്ക് തമ്പുരാനെ തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല. യേശുവേ, ആരും എന്റെ കൂടെയില്ലെങ്കിലും ഞാൻ അങ്ങയോടൊപ്പമുണ്ട്. കുരിശുയർത്താം, കുരിശിനെ നോക്കാം. എന്റെ കൂടെ ആരുമില്ല, എങ്കിലും ഞാൻ നീടും തീരുമാനം ചെയ്തു പിന്നെ യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തുമേ വരിക വരിക സഹോദരേ, വരിക വരിക സമയമായി.